പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് നല്ല ഭംഗിയാണ്, എല്ലാവരും എന്നെയാണ് നോക്കുക, എന്നെ തലയിൽ ചൂടും. ഇതെല്ലാം കേട്ട് ചെമ്പരത്തി പുഞ്ചിരിക്കും. എനിക്കെന്തെല്ലാം ഗുണങ്ങളുണ്ട്, മരുന്നുണ്ടാക്കും, മാല കെട്ടും, പൂജക്കെടുക്കും. ഇതെല്ലാം ഞാനെന്തിന് വിളിച്ചു പറയണം? ചെമ്പരത്തി റോസയോട് തർക്കിക്കാനേ പോയില്ല. അങ്ങനെയിരിക്കെ അടുത്ത വീട്ടിലെ വികൃതിയായ അപ്പു നടന്നു വരുന്നത് അവൾ കണ്ടത്. ഹായ്, നല്ലൊരു റോസാപ്പൂ, ഇത് പറിച്ചു കളയാൻ അവൻ ഉറക്കെ പറഞ്ഞു. അയ്യോ, ഞാൻ എന്തു ചെയ്യും? അയ്യോ, അവൻ ഉറക്കെ കരഞ്ഞു. കരച്ചിൽ കേട്ട് ചെമ്പരത്തി ചോദിച്ചു, എന്തു പറ്റി റോസ? എന്നെ ഇപ്പോൾ പറയും. നീ എന്തിനു പേടിക്കണം? നിന്റെ ശരിയായ ശക്തി നിനക്ക് മനസ്സിലാവും. തല്ലേ നീ കരുതുന്നത്? നിനക്ക് രക്ഷപ്പെടാൻ മുള്ളില്ലേ? ശരിയാണല്ലോ. അപ്പു പൂ പറിക്കാൻ വന്നതും റോസ മുള്ളുകൊണ്ട് ഒരു കുത്തു കൊടുത്തു. അയ്യോ, അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. തന്നെ രക്ഷപ്പെടാൻ സഹായിച്ച ചെമ്പരത്തിയെ സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിച്ചു. കൂട്ടുകാരെ, നമുക്ക് അഹങ്കാരം പാടില്ല, അത് നമ്മെ ആപത്തിലേക്ക് നയിക്കും.